ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് ആനോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ ഡെവോപ്സ് എഞ്ചിനീയേഴ്സും അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഡെവോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് മാൻഡേറ്ററി ആയിട്ട് വരുമ്പം അല്ലെങ്കിൽ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ ഡെവലപ്പേഴ്സും മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഡോക്കർ കമാൻഡ്സിനെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ ഒരു 15 കമാൻഡ്സ് ഇതിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ചൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നതും ആയിരിക്കും. ഒരുപക്ഷെ കുറച്ചൊക്കെ നിങ്ങൾ ഫസ്റ്റ് ടൈം കേൾക്കുന്ന കുറച്ച് കമാൻഡ്സും ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഡെവോപ്സിലൊക്കെ ഒരു എസ്പെഷ്യലി ഡോക്കറിലൊക്കെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഈവൻ ഡോക്കർ പഠിച്ചു തുടങ്ങിയവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഡെഫിനറ്റ് ആയിട്ടും യൂസ്ഫുൾ ആവും. സോ വീഡിയോന്റെ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് ഡോക്കർ എന്ന് ക്വിക്കായിട്ട് ഞാനൊന്ന് പറഞ്ഞു പോകാം. ഒരുപാട് വീഡിയോസിലായിട്ട് ഡോക്കർ എന്താണെന്നുള്ളതും അതിന്റെ മെയിൻ ഫീച്ചേഴ്സും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു Node.js ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനു മുന്നേ നിങ്ങളുടെ കമ്പനിയിൽ PHP ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ഈ ഒരു Node.js ആപ്ലിക്കേഷൻ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, നമ്മൾ എൻവറോൺമെന്റ് സെറ്റ് ചെയ്യൂലേ, അതായത് Node.jsഉം അതിന്റെ കൂടെ വരുന്ന ലൈബ്രറീസും നമ്മുടെ പ്രൊജക്റ്റിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ബാക്കിയുള്ള റൺ ടൈം അതുപോലെ തന്നെ കോൺഫിഗറേഷൻ ഫയൽസ് ഒക്കെ സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് പ്രൊജക്ട് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്മെന്റ് ടെസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഇത് ടെസ്റ്ററിന് ഹാൻഡ് ഓവർ ചെയ്യും. നമ്മൾ ഗിറ്റിലേക്ക് കമ്മിറ്റ് ചെയ്യും. കോഡ് റിവ്യൂ ഒക്കെ കഴിഞ്ഞ് ബിൽഡ് ഒക്കെ എടുത്ത് അത് ടെസ്റ്ററിന്റെ സിസ്റ്റത്തിൽ ടെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും ഒരു ബഗ് വരുന്നത്. അതായത് അവരുടെ സിസ്റ്റത്തിൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നില്ല. അത് നമ്മൾ ബ്ലെയിം ഗെയിം സ്റ്റാർട്ട് ചെയ്യും. അതായത് ഡെവലപ്പേഴ്സ് പറയും എന്റെ സിസ്റ്റത്തിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്, എന്ത് പറ്റി നിന്റെ സിസ്റ്റത്തിൽ വർക്ക് ആവാത്തത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഫീച്ചർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോഴും നമ്മൾ ഇതേ കാര്യം പറയും. അങ്ങനെ അനലൈസ് ചെയ്ത് ഡീബഗ് ഒക്കെ ചെയ്ത് വരുന്ന സമയത്തായിരിക്കും നമുക്ക് ആ കാര്യം മനസ്സിലാവുന്നത് നമ്മുടെ സിസ്റ്റത്തിലുള്ള Node.jsന്റെ വേർഷൻ അല്ല ഈ ഒരു ടെസ്റ്ററിന്റെ സിസ്റ്റത്തിലുള്ളത്. ഒരു വേർഷൻ കോൺഫ്ലിക്റ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വേർഷൻ ചേഞ്ചസ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഒരു ലൈബ്രറിന്റെ വേർഷൻ ഇതുപോലെ മാറുന്നത് കൊണ്ട് ആ ആപ്ലിക്കേഷൻ വർക്ക് ആകാതെ വരിക. അപ്പം വൺസ് നമ്മൾ ടെസ്റ്ററിന്റെ സിസ്റ്റത്തിൽ ഇഷ്യൂ ഒക്കെ റെക്ടിഫൈ ചെയ്ത് എല്ലാം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി, ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ സ്റ്റേജിംഗ് സെർവറിലേക്ക് എത്തി. അവിടെയും നമ്മൾ ഈ എൻവറോൺമെന്റ് വേരിയബിൾസും ഈ എൻവറോൺമെന്റ് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്യണം. പിന്നെ പ്രൊഡക്ഷൻ സൈഡിലും ഇതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യണം. എന്തെങ്കിലും ഒരു ഇഷ്യൂ മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നാൽ നമ്മൾ ഡീബഗ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കണം. ഇതിന് സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഡോക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡോക്കർ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്കർ കണ്ടെയ്നേഴ്സ് ക്രിയേറ്റ് ചെയ്യും. കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ജസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ മാത്രമല്ല, നമ്മുടെ ഒരു ഷിപ്പിംഗ് കണ്ടെയ്നർ പോലെ എടുത്താൽ മതി. അവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ടാവും, റൺ ടൈം ഉണ്ടാവും, എൻവറോൺമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സെറ്റിംഗ്സ് ഉണ്ടാവും, കോൺഫിഗറേഷൻ ഫയൽസ് ഉണ്ടാവും, നിങ്ങളുടെ പ്രൊജക്ടിന്റെ ലൈബ്രറീസ് ഉണ്ടാവും. ഇതെല്ലാം കൂടെ പാക്ക് ചെയ്തിട്ടൊരു കണ്ടെയ്നറൈസേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യും. ഈ കണ്ടെയ്നേഴ്സ് നമുക്ക് എവിടെ വേണമെങ്കിലും റൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റേഴ്സിന്റെ സിസ്റ്റത്തിലോ സ്റ്റേജിംഗ് സെർവറിലോ പ്രൊഡക്ഷൻ സൈഡിലോ എവിടെ വേണമെങ്കിലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അതൊരു പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ സിസ്റ്റങ്ങളിലൊന്നും സെറ്റ് ചെയ്യേണ്ട. ആ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ കണ്ടെയ്നറിലുണ്ട്. ആപ്ലിക്കേഷനോട് കൂടി തന്നെ നമ്മൾ ബാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് കണ്ടെയ്നേഴ്സ്. അപ്പം കണ്ടെയ്നേഴ്സിന് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യും. ഇമേജിൽ നമ്മൾ കണ്ടെയ്നേഴ്സ് നമുക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഒട്ടും മനസ്സിലായില്ലെങ്കിൽ നിങ്ങളൊരു കുക്കിംഗ് ചെയ്യാൻ പോവാണെന്ന് വിചാരിച്ചോ. ഫസ്റ്റ് നമ്മുടെ കയ്യിൽ ഒരു റെസിപ്പി ഉണ്ടാവൂലേ, ഈ റെസിപ്പിയാണ് ഇമേജ് എന്ന് വിചാരിച്ചോ. ഇതിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ആ ഒരു ഫുഡാണ്, ഈ ഒരു ഫൈനൽ ഫുഡാണ് നമ്മുടെ കണ്ടെയ്നേഴ്സ്. അതായത് കണ്ടെയ്നേഴ്സിനെയാണ് നമ്മൾ ആക്ച്വലി ഫുഡ് കഴിക്കുന്നത്. അപ്പൊ കണ്ടെയ്നേഴ്സിലാണ് നമ്മുടെ സ്റ്റേറ്റ്സും പ്രോസസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളിപ്പം ക്ലാസ്സിൽ നിന്ന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ലൂപ്സ് കോൺസെപ്റ്റില് അതുപോലെ വിചാരിച്ചാൽ മതി. അപ്പൊ ഇമേജസ് ഉണ്ടാവും, നമ്മൾ ഫസ്റ്റ് ഇമേജസ് ബിൽഡ് ചെയ്യും, അതിൽ നിന്ന് കണ്ടെയ്നേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്യും. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്, പിന്നെ നമ്മളൊരു വൺസ് നമ്മുടെ ഒരു ക്യൂബർനെറ്റീസ് നമ്മുടെ ക്ലസ്റ്ററിലൊക്കെ ഈ ഒരു കണ്ടെയ്നേഴ്സ് റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇത് ഡീബഗ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മാൻഡേറ്ററി കമാൻഡ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്.
സോ ഓരോ കമാൻഡും ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാട്ടോ. ജസ്റ്റ് എന്താ പറയാ, കമാൻഡ്സ് കേട്ട് മാത്രം പോകാതെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡോക്കർ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഓരോ കമാൻഡായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് അതിന്റെ ആക്ച്വൽ പർപ്പസുകൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ കമാൻഡ്സ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഡോക്കറിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കമാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കമാൻഡ് ഡോക്കർ സ്പേസ് PS കമാൻഡ് ആണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ PS കമാൻഡ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. നമ്മൾ യൂണിക്സിലൊക്കെ പ്രോസസ് സ്റ്റാറ്റസ് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് PS കമാൻഡ് യൂസ് ചെയ്യാറുണ്ടല്ലോ, റണ്ണിങ് പ്രോസസ്സിനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അവിടുത്തെ പ്രോസസ്സ് ഇവിടുത്തെ കണ്ടെയ്നേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അതായത് നമുക്കിപ്പം നമ്മുടെ ലോക്കലിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്ന, സ്പെസിഫിക്കലി റൺ ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കണ്ടെയ്നേഴ്സിനെയും ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്കർ PS കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരും, ഇതിപ്പം റണ്ണിങ് കണ്ടെയ്നേഴ്സിന് മാത്രമേ കാണിക്കുള്ളൂ, ഇപ്പൊ കണ്ടെയ്നർ ID, ഇമേജ്, അതിന്റെ കമാൻഡ് ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും. നിങ്ങൾക്ക് റണ്ണിങ് കമാൻഡ് കണ്ടെയ്നർ മാത്രം പോരാ, സിസ്റ്റത്തിലുള്ള കംപ്ലീറ്റ് എല്ലാ കണ്ടെയ്നേഴ്സിനെയും ലിസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചോ. അങ്ങനെ വരുമ്പം അതിന്റെ കൂടെ നമ്മൾ ഫ്ലാഗ് യൂസ് ചെയ്യണം, ഓൾ ഫ്ലാഗ് യൂസ് ചെയ്യണം. അതിന് നിങ്ങൾക്ക് -A എന്നോ അല്ലെങ്കിൽ -all എന്നോ കൊടുക്കാം കേട്ടോ. അപ്പൊ ഷോർട്ടായിട്ട് -A എന്നാണ് ഞാനിവിടെ കൊടുക്കുന്നത്. A കൊടുക്കുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ കണ്ടെയ്നേഴ്സിനെയും ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും നമുക്ക് ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ചിലപ്പോൾ ഒരു ഡോക്കർ കണ്ടെയ്നറിന്റെ ആവശ്യം ഉണ്ടാവില്ല. അതായത് ഇപ്പൊ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പൊ റൺ ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കണ്ടെയ്നേഴ്സിനെയും സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടെയ്നറിനെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലും IDs ആണല്ലേ യൂസ് ചെയ്യാറ്. അപ്പൊ എനിക്ക് ഇതുപോലെ ഇപ്പൊ കംപ്ലീറ്റ് ഡീറ്റെയിൽസിന് പകരം ഇപ്പൊ റൺ ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കണ്ടെയ്നേഴ്സിന്റെയും IDകൾ ലിസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എഗെയിൻ ക്വൈറ്റ് ഫ്ലാഗ് ആണ് യൂസ് ചെയ്യുന്നത്. -Q എന്ന് കൊടുത്താൽ മതി. അപ്പൊ റണ്ണിങ് കണ്ടെയ്നേഴ്സിന്റെ IDകൾ റിട്ടേൺ ചെയ്യും. ഇനി നിങ്ങൾക്ക് എല്ലാ കണ്ടെയ്നേഴ്സിന്റെയും IDകൾ മാത്രം എന്തെങ്കിലും, ഇതൊക്കെ നമ്മൾ ഓരോ റിക്വയർമെന്റ് വരുമ്പോഴാണല്ലോ എടുക്കണം എന്നുണ്ടെങ്കിൽ -A കൂടെ കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ഡോക്കർ PS കമാൻഡാണ് ഫസ്റ്റ് എല്ലാ കണ്ടെയ്നേഴ്സിനെയും നമ്മുടെ ആവശ്യമുള്ള രീതിയിൽ ഇതുപോലെ ലിസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് PS കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കമാൻഡിലേക്ക് പോകാം. രണ്ടാമത്തത് ഡോക്കർ സ്പേസ് പുൾ കമാൻഡ്. എല്ലാ കമാൻഡിന്റെയും സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ ഡോക്കർ തന്നെയാണ് കേട്ടോ വരിക. അപ്പൊ പുൾ കമാൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു നമ്മൾക്ക് ഇമേജസ് ആണെങ്കിലും കണ്ടെയ്നേഴ്സ് ആണെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്. അപ്പം അവിടെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എല്ലാ ഇമേജസും അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്ന എല്ലാ കണ്ടെയ്നേഴ്സും, ഇമേജസ് നമ്മളാണ് കണ്ടെയ്നർ ബിൽഡ് ചെയ്തെടുക്കുന്നത്. അപ്പൊ എല്ലാ ഇമേജസും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ Node.js വേണം, Node.jsന്റെ ഇമേജ് നമ്മളായിരിക്കില്ല ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഡോക്കറിന്റെ കമ്മ്യൂണിറ്റി തന്നെ അത് ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ ഡോക്കർ ഹബ് രജിസ്ട്രിയിൽ അവർ പുഷ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ആവശ്യമുള്ള ഇമേജസിനെ ഈ ഒരു ഡോക്കർ ഹബ് രജിസ്ട്രിയിൽ നിന്ന് ജസ്റ്റ് പുള്ള് ചെയ്തെടുത്താൽ മതി. അപ്പൊ നമ്മുടെ റെക്കോർഡ് ആയിട്ടുള്ള ഇമേജസിനെ ഡോക്കർ ഹബിൽ നിന്ന് നമുക്ക് പുള്ള് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പ്രീ ബിൽഡ് ആയിട്ടുള്ള ഇമേജസ് അവൈലബിൾ ആണ്. Node.js, MySQL, Nginx. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ആവശ്യമുള്ള നമ്മുടെ ഒരു പ്രൊജക്ട് റൺ ചെയ്യാൻ, ഇപ്പൊ നിങ്ങളൊരു മെയിൻ സ്റ്റാക്കിന്റെ പ്രൊജക്റ്റ് ആണ് റൺ ചെയ്യുന്നത്, അപ്പൊ നിങ്ങൾക്ക് MongoDB ആവശ്യം ഉണ്ടാവും, അതുപോലെ തന്നെ Node.js ആവശ്യം ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ ബേസ് ചെയ്തിട്ട്, ലൈബ്രറീസിനെ ഒക്കെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ ഇമേജസ് വേണോ അത്രയും ഇമേജസ് നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഡോക്കർ ഇമേജസ് ക്രിയേറ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള ഇമേജസ് നമുക്ക് ഈ ഒരു ഡോക്കർ ഹബിൽ നിന്ന് പുള്ള് ചെയ്തെടുക്കാം, പ്രീ ബിൽഡ് ആയിട്ടുള്ള ഇമേജസ്. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് MySQLന്റെ ഇമേജ് കൊടുക്കാം. അപ്പൊ നിങ്ങൾ പുള്ള് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് ഇമേജിന്റെ നെയിം കൊടുക്കണം. അപ്പൊ ഞാനിവിടെ MySQL എന്നാണ് കൊടുക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു സ്പെസിഫിക് വേഷൻ, അതായത് ഇപ്പം ഒരു വേഷനും കൊടുക്കാതിരിക്കുന്ന സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഈ ഒരു ഹബിൽ നിന്ന് പുള്ള് ചെയ്തെടുത്തിട്ട് വരുന്നത്. പക്ഷെ നമ്മുടെ പ്രൊജക്റ്റിന് ചിലപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേഷൻ സപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മളൊരു ഓൾഡ് പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്യാത്തൊരു പ്രൊജക്റ്റിലൊക്കെയാണ് നമ്മുടെ കമ്പനി ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലേറ്റസ്റ്റ് ഇമേജ് പുള്ള് ചെയ്തുകൊണ്ട് വന്നാൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. സോ നമുക്ക് വേഷൻ വേണമെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് എനിക്കൊരു വേർഷൻ 6 വേണ്ടതെന്ന് വിചാരിച്ചോ, അപ്പൊ ഇങ്ങനെ കൊടുക്കാം. ഇനി കൊടുക്കാതെ ഇരിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്യാം. ഞാനിത് മൊത്തമായിട്ട് പുള്ള് ചെയ്യാൻ വിടുന്നില്ല. ആ ഒരു കംപ്ലീറ്റ് ഇമേജ് പുള്ള് ചെയ്ത് വരാൻ ഫസ്റ്റ് ടൈം ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഞാനിത് Ctrl+C അടിക്കുവാണ് കേട്ടോ. കാരണം എനിക്ക് ഓൾറെഡി ഒരുപാട് ഇമേജസ്
ഇമേജസ് ഉള്ളതുകൊണ്ട് എൻ്റെ സിസ്റ്റം ഹാങ് ആണ്. മാത്രമല്ല എനിക്ക് ഈ ഒരു ഇമേജ് ഇപ്പം എനിക്ക് ആവശ്യമില്ല MySQL. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമേജസ് ഇതുപോലെ പുള്ളി ചെയ്തെടുക്കാം. പ്രീ ബിൽറ്റ് ഇമേജസിനെ പുള്ളി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്കർ പുള്ളി യൂസ് ചെയ്യുന്നത്. അത്രയും ഓർത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ കമാൻഡിലേക്ക് വരാം. മൂന്നാമത്തെ കമാൻഡ് ഡോക്കർ ലോഗിൻ ആണ്. ഇതിപ്പം ഇനിഷ്യൽ ആൾക്കാർക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. അതായത് ഇപ്പം നമുക്ക് പ്രോഗ്രാമാറ്റിക്കലി നമ്മുടെ ഡോക്കർ ഹബിലേക്ക് ലോഗിൻ ചെയ്ത് നമുക്ക് നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഡോക്കർ നമ്മുടെ ഓരോരുത്തർക്കും നമുക്ക് ഡോക്കർ ഹബ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള അക്കൗണ്ടിലേക്ക് ഏതെങ്കിലുമൊക്കെ ഡോക്കർ ഇമേജസിനെ പുഷ് ചെയ്യുകയോ പുള്ളി ചെയ്തെടുക്കുകയോ ഒക്കെ ചെയ്യണം. നമ്മുടെ എക്സിസ്റ്റിംഗ് ഇമേജസിനെ വേറൊരു പ്രൊജക്റ്റിൽ പുള്ളി ചെയ്തെടുക്കുക, നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് പുള്ളി ചെയ്യണം. ഇത് നമ്മൾ പ്രോഗ്രാമാറ്റിക്കലി ആണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു CI/CD പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്യുവാണ്. അപ്പം CI/CD പൈപ്പ് ലൈനിൽ ചിലപ്പം നമ്മുടെ ഈ ഒരു നമുക്കവിടെ ബിൽഡിംഗ് സ്റ്റേജ് നമ്മൾ ഓൾറെഡി പൈപ്പ് ലൈനിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഡോക്കർ ഇമേജസ് ഒക്കെ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ആവശ്യമുണ്ടാവും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പുഷ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഡോക്കർ ഹബിലേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യണം. അപ്പം ഇങ്ങനെ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോഗിൻ കമാൻഡ് ഉള്ളത്. ഇത് കൊടുത്തു കഴിയുമ്പോൾ അവിടെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. അത് കൊടുക്കുക. അവിടെ ഇപ്പം ഞാൻ കാണിക്കുന്നില്ല, നിങ്ങളിത് ഡോക്കർ ലോഗിൻ ജസ്റ്റ് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതും ക്ലിയർ ആയില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഗിറ്റ് കമാൻഡ് ഗിറ്റ് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാറില്ലേ, ഗിറ്റ് ഒതന്റിക്കേഷൻ ചെയ്യാറില്ലേ നമ്മൾ. ഒന്നെങ്കിൽ ഗിറ്റ് നമ്മൾ ടോക്കൺ കൊടുത്തിട്ടോ ഒക്കെ ഒതന്റിക്കേറ്റ് ചെയ്യുള്ളൂ. ഇവിടെയും അതുപോലെ തന്നെ ടോക്കൺ, യൂസർ നെയിം, പാസ്വേഡ് ഏത് മെത്തേഡിൽ വേണമെങ്കിലും നമുക്ക് ഒതന്റിക്കേറ്റ് ചെയ്യാം. അപ്പൊ ഗിറ്റിൽ നമ്മൾ ഒതന്റിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഡോക്കർ ഹബിൽ ഇപ്പൊ നമുക്ക് പുള്ളി ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു ഡോക്കർ ഹബിലേക്ക് ലോഗിൻ ചെയ്യണം. അപ്പൊ ഡോക്കർ ലോഗിൻ കമാൻഡ് റൺ ചെയ്താൽ മതി. നോർമലി അത് യൂസർ നെയിമും പാസ്വേഡും ആട്ടോ ചോദിക്കുക. ഇതാണ് ഡോക്കർ ലോഗിൻ കമാൻഡ്. ഇനി അടുത്ത കമാൻഡ് ഡോക്കർ ഇമേജസ് കമാൻഡാണ്. അത് നമ്മൾ നേരത്തെ ഡോക്കർ കണ്ടെയ്നേഴ്സിനെ ലിസ്റ്റ് ചെയ്യുന്ന PS കമാൻഡ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ ഇമേജസിനെയും ലിസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇന്റർമീഡിയറ്റ് ലെയറിലുള്ള ഇമേജസ് സാധാരണ, അതായത് ടെമ്പററി ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജസ് ഇതിൻ്റെ കൂടെ ലിസ്റ്റ് ചെയ്യാറില്ല. അതും കൂടെ വേണമെന്നുണ്ടെങ്കിൽ -A നമ്മൾ റണ്ണിങ് കണ്ടെയ്നേഴ്സിൽ നിന്ന് ഓൾ കണ്ടെയ്നേഴ്സിനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് -A യൂസ് ചെയ്തില്ലേ. ഞാനൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. -A യൂസ് ചെയ്ത പോലെ ഡോക്കർ ഇമേജസ് നോർമലി ഈ ഒരു ഇന്റർമീഡിയറ്റ് ലെയറിലുള്ള ഇമേജസ് ലിസ്റ്റ് ചെയ്യാറില്ല. അപ്പൊ അതും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ -A കൂടെ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇമേജസിനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റെപ്പോസിറ്ററിയിലെ ഇമേജസ് മാത്രം കണ്ടാൽ മതി. ഇപ്പൊ റെപ്പോസിറ്ററി ബേസ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാമല്ലോ. അപ്പൊ ഈ ഡോക്കർ ഇമേജസിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ റെപ്പോന്റെ നെയിമും കൂടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് എൻജിനെക്സിന്റെ മാത്രം കിട്ടണം, അപ്പോൾ എൻജിനെക്സ് കൊടുക്കുക. അപ്പൊ ഏതെങ്കിലും ഒരു അതൊക്കെ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ട് വരുന്നതാണ്. എല്ലാം കൂടെ എക്സാമ്പിൾ ഞാനിപ്പം എൻ്റെ എൻജിനെക്സ് ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇതുപോലെ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ആ ലിസ്റ്റ് ചെയ്ത് വരാത്തത്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് റെപ്പോന്റെ മാത്രം കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു റെപ്പോ നെയിം കൊടുക്കാം. അല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള ഇമേജസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഡോക്കർ ഇമേജസ് കൊടുത്താൽ മതി. ഇനി നമ്മൾ പ്രൊജക്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് PS കമാൻഡ് പോലെ റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ലോഗ് കമാൻഡ്. അതായത് ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ലോഗ് ആണ് റൺ ചെയ്ത് നോക്കുന്നത്. അപ്പൊ ഡോക്കറിന്റെ കേസിലാണെങ്കിലും ഡോക്കർ ലോഗ്സ് എന്ന് പറഞ്ഞ കമാൻഡ് ഉണ്ട്. നമുക്ക് കണ്ടെയ്നേഴ്സിന്റെ ലോഗ് ചെക്ക് ചെയ്യാം. അപ്പൊ അതിന് കമ്പൽസറി ആയിട്ടും ഏത് കണ്ടെയ്നറിനാണെന്നുള്ളത് കണ്ടെയ്നറിന് ID സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. സോ ഞാൻ ആദ്യം PS കമാൻഡ് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു കണ്ടെയ്നർ ID എടുത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു കണ്ടെയ്നറിന്റെ ലോഗ എനിക്ക് ചെക്ക് ചെയ്യേണ്ടത് ഡോക്കർ ലോഗ്സ് കണ്ടെയ്നർ ID കൊടുക്കുക. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലോഗ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി നമുക്ക് റിയൽ ടൈം ഡാറ്റ കിട്ടണമെങ്കിൽ ഇതിന്റെ കൂടെ ഫോളോ അല്ലെങ്കിൽ F എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലാഗും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇതുപോലെ റിയൽ ടൈം ആയിട്ട് ലോഗ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മറ്റേത് ടെർമിനൽ സ്റ്റോപ്പ് ആയല്ലോ, ഇതുവരെയുള്ള ലോഗ് കാണിച്ചവിടെ സ്റ്റോപ്പ് ചെയ്തു. അതിന് പകരം നമുക്കിങ്ങനെ ലോഗ്സ് വന്നുകൊണ്ടിരിക്കണേ. ചില കേസിലൊക്കെ നമ്മൾ ലോഗ് ഓപ്പൺ ചെയ്തിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോസസ്സ് ചെയ്യാൻ പോകുമല്ലോ, ക്യൂബർനെറ്റീസിന്റെ ക്ലസ്റ്റർ ഒക്കെ ചെക്ക് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെയും ചെക്ക് ചെയ്യാം. റിയൽ ടൈം കിട്ടണമെങ്കിൽ ഫോളോ കമാൻഡ് അല്ലെങ്കിൽ -F എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫ്ലാഗ് കൊടുത്താൽ മതി കേട്ടോ. ഡീബഗിന്റെ സമയത്ത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്ന കമാൻഡാണ് ഡോക്കർ എക്സ കമാൻഡ്. ഡോക്കർ സ്പേസ്
എക്സെക്ക് അത് എക്സിക്യൂട്ട് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കമാൻഡ് നമ്മുടെ റണ്ണിങ് കണ്ടെയ്നേഴ്സിൽ നമ്മൾ ഇപ്പം റൺ ആയിക്കൊണ്ടിരിക്കുന്ന കണ്ടെയ്നേഴ്സിനകത്ത് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഒരു സ്യൂഡോ ടെർമിനൽ കിട്ടണം. അപ്പോൾ ഷെൽ കിട്ടണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മൾ ബാഷ് കമാൻഡ്സ് ചെക്ക് ചെയ്ത് നോക്കണം. എന്തെങ്കിലും പ്രോസസ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഏതെങ്കിലും എറർ വന്നു അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ബാഷിൽ വേണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കണ്ടെയ്നറിനകത്ത് ഈ ഒരു ബാഷ് ആക്സസ് ചെയ്യാൻ വേണ്ടി എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കണ്ടെയ്നേഴ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് റണ്ണിങ് കണ്ടെയ്നേഴ്സിനെയാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് MySQL റിലേറ്റഡ് എന്തെങ്കിലും റൺ ചെയ്യണം. അപ്പോൾ നമ്മൾ MySQL കമാൻഡ് ലൈൻ കൊടുക്കണം. അത് നമുക്ക് ഡാറ്റാബേസ് കോഴ്സ് ഡയറക്റ്റ്ലി അതിൽ റൺ ചെയ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഡീബഗിംഗ് പർപ്പസിനാണ് ഞാൻ MySQL അല്ല ആദ്യം എൻ്റെ സിസ്റ്റത്തിലുള്ള റണ്ണിങ് കണ്ടെയ്നേഴ്സിന് എടുക്കണം. ഇതിൽ ഉബുണ്ടു കൊടുട്ടോ. സോ എനിക്ക് എന്ത് ചെയ്യാം, ഇതിൽ ബാഷ് കമാൻഡ് കൊടുക്കാം. സോ ഞാൻ ഡോക്കർ എക്സെക്ക് പിന്നെ ഇന്ററാക്റ്റീവ് മോഡിൽ എനിക്ക് ഒരു സ്യൂഡോ ടെർമിനൽ നമുക്ക് ഒരു ബാഷ് കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യണല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്യൂഡോ ടെർമിനൽ അലോക്കേറ്റ് ചെയ്ത് തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടി യൂസ് ചെയ്തത് IT എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇന്ററാക്റ്റീവ് മോഡ്. അത് ഇതിന്റെ ഏത് ഒരു കണ്ടെയ്നറിലാണ് നമ്മൾ റണ്ണിങ് കണ്ടെയ്നറാണ് ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഫൈനലി നമ്മൾ കൊടുക്കുന്ന കമാൻഡ് എന്താണ്, ഇത് കൊടുക്കുമ്പോൾ എനിക്ക് ഒരു ഷെൽ സ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കിട്ടും. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഷെൽ സ്ക്രിപ്റ്റുകൾ റൺ ചെയ്യാം കേട്ടോ. LS കമാൻഡ് ഞാൻ ജസ്റ്റ് കൊടുത്തു. ഫൈനലി നമുക്ക് നമ്മുടെ പർപ്പസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഡീബഗിംഗ് പ്രോസസ് കഴിഞ്ഞ് കഴിയുമ്പോൾ എക്സിറ്റ് ചെയ്ത് വരാൻ വേണ്ടി പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് MySQL ആണെങ്കിൽ നിങ്ങൾക്ക് MySQL ക്വയറീസ് ചെക്ക് ചെയ്ത് നോക്കണം. അതായത് ഇപ്പോൾ നമ്മുടെ ഡാറ്റാബേസ് ഒരു കണ്ടെയ്നേഴ്സ് ആണ് റൺ ചെയ്യുന്നത്. അപ്പോൾ കണ്ടെയ്നേഴ്സിനുള്ളിൽ എന്തോ ഒരു കസ്റ്റമർ സൈഡിൽ ഒരു ഇഷ്യൂ വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ആ സമയത്തുള്ള നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് ഡാറ്റാബേസിൽ ക്വയറി എടുത്തിട്ട് ഇവർ അടിച്ചു വെച്ചിരിക്കുന്ന ഡാറ്റാസ് ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അവർ ഇന്റർഫേസിൽ അല്ലാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്റർഫേസ് ത്രൂ കിട്ടില്ല. കുറേ കാര്യങ്ങൾ നമ്മൾ ഡാറ്റാബേസ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മോഡ്യൂളിൽ ഡിസ്പ്ലേ ചെയ്യുമല്ലോ. അതൊക്കെ ഡെഫിനറ്റ് ആയിട്ട് ക്വയറീസ് റൺ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, MySQL കമാൻഡ് റൺ ചെയ്യാം, ബാഷ് കമാൻഡ്സ്. അപ്പോൾ ഡീബഗിംഗ് പ്രോസസ്സിനാണ് കൂടുതലും ഈ ഒരു എക്സ കമാൻഡിലെ അത് യൂസ് ചെയ്യുന്നത് കേട്ടോ. മസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കേണ്ട കമാൻഡാണ്. ഇനി അടുത്ത കമാൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഈ 3 കണ്ടെയ്നേഴ്സ് അല്ലേ നമ്മുടെ സിസ്റ്റത്തിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനെ സ്റ്റോപ്പ് ചെയ്യണം. ഒന്നോ അതിൽ കൂടുതലോ കണ്ടെയ്നേഴ്സിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോക്കർ സ്റ്റോപ്പ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഡോക്കർ സ്പേസ് സ്റ്റോപ്പ് കൊടുക്കുക. അത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട കണ്ടെയ്നേഴ്സിന്റെ ലിസ്റ്റ് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഈ ഒരു ഉബുണ്ടുവിന്റെ ഈ ഒരു കണ്ടെയ്നർ ആണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. സോ ഞാനതിന്റെ സ്റ്റോപ്പ് ചെയ്യാൻ കൊടുത്തു. ആ പ്രോസസ്സസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ടൈം എടുക്കുന്നത്. ഈ ഒരു സെയിം പർപ്പസിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഡോക്കർ കിൽ കമാൻഡും യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നല്ലേ. ഈ ഒരു ഡോക്കർ കിൽ കമാൻഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടെയ്നേഴ്സിനെ ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യും. അതായത് ഒരു ബാക്ക് എൻഡ് പറയുവാണെങ്കിൽ SIG കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിഗ്നൽ ആണ് സെൻഡ് ചെയ്യുന്നത് ബൈ ഡിഫാൾട്ട് ആയിട്ട്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഷട്ട് ഡൗൺ വരുന്നത് ഡോക്കർ സ്റ്റോപ്പ് ആയിരിക്കും. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ക്ലീൻ അപ്പ് ചെയ്ത് അതൊക്കെ ടൈം എടുത്ത് വെയിറ്റ് ചെയ്തായിരിക്കും ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. പക്ഷെ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ടെർമിനേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്. അവിടെ ക്ലീൻ അപ്പ് ടൈമും കാര്യങ്ങളൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡോക്കർ കില്ല് യൂസ് ചെയ്യാം. പക്ഷെ ഒരു ഗ്രേസ്ഫുൾ വേ എന്ന് പറയുന്നത് ഒരു ക്ലീൻ അപ്പ് ടൈം എടുത്ത് പ്രോപ്പർ ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്യുന്നതായിരിക്കും ഡോക്കർ സ്റ്റോപ്പ് ആയിട്ട് ഒന്നുകൂടെ ബെറ്റർ മെത്തേഡ്. ഇനി അടുത്തതും ഒരു ലിസ്റ്റ് കമാൻഡ് ആണ്. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മളിപ്പം ഇമേജസ് ആണെങ്കിലും കണ്ടെയ്നേഴ്സിനെ ആണെങ്കിലും ലിസ്റ്റ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിലുള്ള വോളിയത്തിനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്കർ വോളിയം LS കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഉള്ള എല്ലാ വോളിയത്തിനെയും വോളിയം ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് എംഫറൽ ആണ്, ടെമ്പററി ആയിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് കണ്ടെയ്നേഴ്സിന്റെ ഉള്ളിൽ. സോ നമുക്ക് ഡാറ്റ മിസ്സായി ലോസ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് ഡിസ്ക് എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആണ് ഡാറ്റ പെർസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ടാണ് ഡോക്കർ വോളിയം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് ആ ലൊക്കേഷനൊക്കെ സ്റ്റോറേജ് ലൊക്കേഷനൊക്കെ ഡോക്കർ തന്നെയായിരിക്കും മാനേജ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡോക്കർ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ എന്താ പറയാ, ഈ കണ്ടെയ്നേഴ്സിനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും ഡോക്കർ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ കമാൻഡ് എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഈ ഒരു കംപ്ലീറ്റ് വോളിയം ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. ഇനി അടുത്ത കമാൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടെയ്നറിനെ സ്റ്റോപ്പ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഒരു കണ്ടെയ്നർ ഇനി ഫ്യൂച്ചറിലേക്ക് ആവശ്യമില്ല. അതായത് പ്രോസസ്സ് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇനി ആ കണ്ടെയ്നറിന്റെ ആവശ്യമില്ല. അപ്പൊ വെറുതെ ഒരു മെമ്മറി വേസ്റ്റേജ് അല്ലെങ്കിൽ വേസ്റ്റേജ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കണ്ടെയ്നേഴ്സിനെ റിമൂവ് ചെയ്യും അല്ലേ. അപ്പൊ ഒന്നോ അതിൽ കൂടുതലോ കണ്ടെയ്നേഴ്സിനെ നമുക്ക് റിമൂവ് ചെയ്യണം എന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡോക്കർ റിമൂവ് കമാൻഡ് യൂസ് ചെയ്യാം. അതായത് നമ്മൾ എന്തായാലും ഡോക്കർ ഫയലുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് അത് ക്രിയേറ്റ് ചെയ്യാലോ. സോ ഡോക്കർ സ്പേസ് RM സ്പേസ് കണ്ടെയ്നറിന്റെ ID കൊടുത്താൽ മതി. ഏതാണ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ടത് ID കൊടുത്താൽ മതി. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം റൺ ആയിക്കൊണ്ടിരിക്കുന്ന കണ്ടെയ്നേഴ്സിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് PS അടിച്ചിട്ട് ഡോക്കർ സ്പേസ് RM സ്പേസ് ഞാനിപ്പോൾ ഒരു റണ്ണിങ് കണ്ടെയ്നറിന്റെ ID എടുത്തു കൊടുത്തു. കനോട്ട് റിമൂവ് എന്ന് വെച്ചാൽ കണ്ടെയ്നർ ഓൾറെഡി
റണ്ണിങ് ആണ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും സ്റ്റോപ്പ് ചെയ്യണം, അതായത് ഇത് റണ്ണിങ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ ഇഗ്നോർ ചെയ്യണം, എനിക്ക് സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഫോഴ്സ് ടാഗ് യൂസ് ചെയ്യാം, -F യൂസ് ചെയ്താൽ മതി. ഞാനിത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ ഈ ഒരു നമ്മൾ നേരത്തെ ഫോളോവറൊക്കെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇത് ഫ്ലാഗ് ആണ്. അപ്പോൾ ഫോഴ്സ് ഇപ്പൊ നമുക്ക് നമ്മളിപ്പോൾ ലിനക്സിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യുകയാണ്, ഈ ഒരു ഈവൻ ഇത് റണ്ണിങ് കണ്ടെയ്നർ ആണെങ്കിൽ പോലും അതിനെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇതൊക്കെ നമ്മുടെ പ്രോസസ്സിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. കാരണം നമ്മൾ ആക്സിഡന്റലി റണ്ണിങ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നേഴ്സിനെ ഒരു കസ്റ്റമറിന്റെ സിസ്റ്റത്തിൽ നിന്ന് വിളിച്ച് സ്റ്റോപ്പ് ചെയ്താൽ അവിടെ എന്താ സംഭവിക്കുക, ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് പ്രോബ്ലംസ് വരൂലേ. അതായത് ഒരു റണ്ണിങ് കണ്ടെയ്നേഴ്സിനെ നമ്മൾ വിളിച്ച് സ്റ്റോപ്പ് ചെയ്തു, അവർക്ക് അവരുടെ സിസ്റ്റം ആക്സസ് ചെയ്യാൻ പറ്റാതെ വരും. ഈവൻ ഒരു ഇ കൊമേഴ്സ് സൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1 അവർ വേണ്ട, അത് റീക്രിയേറ്റ് ഒക്കെ ആയിട്ട് എടുക്കാൻ ഒരു 15 മിനിറ്റ് മതിയെങ്കിൽ പോലും ലക്ഷങ്ങളായിരിക്കും അവിടെ അവർക്ക് ലോസ് വരുന്നത്. സോ കെയർഫുൾ ആയിരിക്കുക കേട്ടോ, ഇങ്ങനത്തെ എസ്പെഷ്യലി ഇങ്ങനത്തെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കമാൻഡ്സ് ഒക്കെ റൺ ചെയ്യുമ്പോൾ. ഞാൻ ഓൾറെഡി ഇങ്ങനത്തെ ഒരു ഡോക്കറിന്റെ ഒരു ഡിസാസ്റ്ററിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഡോക്കർ RM കമാൻഡ് ഒക്കെ യൂസ് ചെയ്തപ്പോൾ വന്നിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി അടുത്ത എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ഡോക്കറിന്റെ കണ്ടെയ്നേഴ്സിനെ റിമൂവ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇമേജസിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇത് ഡോക്കർ RM കമാൻഡ് നമ്മൾ യൂസ് ചെയ്തത് കണ്ടെയ്നേഴ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ ഇമേജസിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ RMI എന്ന് പറഞ്ഞിട്ടുള്ള റിമൂവ് ഇമേജസ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് ആണ് കേട്ടോ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടെയ്നേഴ്സിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ ഇമേജസ് അറ്റ് എ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിപ്പോ എന്താ പറയാ, നമുക്ക് ഓൾഡർ ഇമേജസ് നമ്മുടെ സിസ്റ്റത്തിലുണ്ട്, വെറുതെ അതിന് സ്പേസ് കളയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കത് യൂസ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസിന്റെ ഒക്കെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ വന്നാൽ നമുക്ക് ക്ലീനപ്പിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം, ടൈം ടു ടൈം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഇമേജസ് ആവശ്യമില്ലാത്തതൊക്കെ റിമൂവ് ചെയ്ത് കളയാട്ടോ. ഇനി നമ്മുടെ അടുത്ത കമാൻഡും ഈ ഡീബഗിങ് പ്രോസസ്സിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കമാൻഡാണ് കേട്ടോ. അതായത് നമ്മുടെ കണ്ടെയ്നേഴ്സ് എത്രത്തോളം റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട്, റിസോഴ്സ് യൂസേജ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്കർ സ്റ്റാറ്റ്സ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. കേട്ടോ. ഇപ്പൊ ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും കണ്ടെയ്നർ ID, നെയിം, അതായത് CPU യൂസേജ്, മെമ്മറി ലിമിറ്റ്, ബ്ലോക്കിംഗ് പ്രോസസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ബ്ലോക്കിംഗ് എന്തെങ്കിലും ഉണ്ടോ, PIDs. അപ്പൊ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ്, റിസോഴ്സ് യൂസേജിന്റെ സ്റ്റാറ്റസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എഗെയിൻ ഇത് നമ്മൾ PS കേസ് പറഞ്ഞ പോലെ റണ്ണിങ് കണ്ടെയ്നേഴ്സിന്റെ സ്റ്റാറ്റസ് ആണ് കാണിക്കുക. കാരണം റൺ ചെയ്യാത്ത കണ്ടെയ്നേഴ്സിന് അവിടെ സ്റ്റാറ്റസ് ഉണ്ടാവില്ലല്ലോ, അതൊരു ഒബ്വിയസ് ആയിട്ടും അതൊരു ഡെഡ് സ്റ്റേറ്റിലാണല്ലോ ഉള്ളത്. അപ്പം റണ്ണിങ് കണ്ടെയ്നേഴ്സിന്റെ ഒരു സ്റ്റാറ്റസ് നമുക്ക് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്യാം. ഏതാന്ന് വെച്ചാൽ ഡോക്കർ സ്റ്റാറ്റ്സ് കമാൻഡ് യൂസ് ചെയ്തിട്ട്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം ഏകദേശം നിങ്ങളെ ഡീബഗിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന കമാൻഡ്സ് ആണ്, ലിസ്റ്റ് ചെയ്യുന്നത്, സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത്, കില്ല് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നതൊക്കെ. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ എന്തായാലും ഒരു ക്വസ്റ്റൻ ഉണ്ടാവും, ഇതിനേക്കാളൊക്കെ മുന്നേ നമുക്ക് ഇമേജസും കണ്ടെയ്നേഴ്സും ഉണ്ടെങ്കിലല്ലേ അതിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനും അത് ആവശ്യമില്ലെങ്കിൽ റിമൂവ് ചെയ്യാനും ലിസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അപ്പൊ അതിനെപ്പറ്റി ഇതുവരെ ഡിസ്കസ് ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും. അപ്പൊ അടുത്ത കമാൻഡാണത്. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഡോക്കർ ഫയൽ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ ഡോക്കർ ഫയലിൽ നിന്നാണല്ലോ നമ്മൾ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്, കസ്റ്റം ഇമേജസ് ബിൽഡ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രൊജക്ടിന് വേണ്ടിയിട്ടുള്ള കസ്റ്റം ഇമേജസ് ഇപ്പൊ ഞാൻ എന്റെ കേസിൽ നേരത്തെ ലിസ്റ്റ് ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്കർ കണ്ടെയ്നേഴ്സിനെ കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഇതിൽ നിന്ന്, അല്ലെങ്കിൽ ഇമേജസിനെ തന്നെ കാണിച്ചു തരാം. അപ്പൊ ഇത്രയും ഇമേജസിൽ ഇപ്പൊ കുറെ ഇമേജസ് ഈ ആൽഫൈൻ ഗിറ്റ്, അതുപോലെ തന്നെ നോഡ്, ഇതെല്ലാം ബിൽറ്റ് ആയിട്ടുള്ള ഇമേജസ് ആണ്. ഇതിനകത്ത് കുറെ ഇമേജസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജെങ്കിൻസിന്റെ പൈപ്പ് ലൈനിന് വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഇമേജസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതുപോലെ എന്റെ ഡോക്കർ ഫയലിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഡോക്കർ ഫയലിൽ നിന്ന് ഇമേജ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബിൽഡ് കമാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഡോക്കർ സ്പേസ്, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബിൽഡ് കൊടുക്കുക, പിന്നെ അതിന്റെ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പം ബിൽഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു -T എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലാഗ് സെറ്റ് ചെയ്ത് കൊടുക്കും. അതായത് നമുക്ക് ഇമേജ് നെയിം, അപ്പൊ അതായത് നമുക്ക് -T കൊടുത്താൽ നമുക്ക് കസ്റ്റമായിട്ട് ഇമേജിന്റെ നെയിം കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇമേജ് നെയിം കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു ഓട്ടോമാറ്റിക് ഡിഫാൾട്ട് നെയിമിലായിരിക്കും ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ ഈ ഒരു ഫ്ലാഗ് യൂസ് ചെയ്യുന്നത് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇമേജ് വേർഷൻ മസ്റ്റായിട്ട് നമ്മൾ നെയിം കൊടുക്കണം വേർഷനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ബിൽഡിംഗ് പ്രോസസ്സിൽ ഇമേജ് നെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അതുപോലെ തന്നെ ലാസ്റ്റ് ഓപ്ഷനായിട്ട് നമ്മൾ ഡോട്ട് കൊടുക്കും. അതായത് നമ്മുടെ ഈ ഒരു ഡോക്കർ ഫയലിൽ നിന്നാണല്ലോ ഇത് ബിൽഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡോക്കർ ഫയലിന്റെ ലൊക്കേഷൻ നമ്മുടെ ഈ ഒരു കറണ്ട് ഡയറക്ടറിയിൽ തന്നെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഡോക്കർ ഫയലിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു റിയാക്ടിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും ഒരു കംപ്ലീറ്റ് ആയിട്ട് മൾട്ടി സ്റ്റേജ് ബിൽഡിന് വേണ്ടിയിട്ടാണെങ്കിലും, അതായത് ഞാൻ മെയിൻ സ്റ്റാക്ക് പ്രൊജക്ടിന് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ മസ്റ്റ് ആയിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പൊ ബിൽഡ് കമാൻഡ് നമ്മൾ യൂസ് ചെയ്തത് ഒരു ഡോക്കർ ഫയലിൽ നിന്ന് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വൺസ് നമ്മൾ ഈ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് ഡോക്കർ ആ ഇമേജ് റൺ ചെയ്യണമല്ലേ. കാരണം നമുക്ക് കണ്ടെയ്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്യണം. കാരണം കണ്ടെയ്നേഴ്സ് ആണല്ലോ നമ്മുടെ ആക്ച്വൽ പ്രോസസ്സ്. സോ ഒരു കണ്ടെയ്നേഴ്സിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്കർ ബിൽഡ് കമാൻഡ് ഇമേജ് ബിൽഡ് ചെയ്തു. അതിന് കണ്ടെയ്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്കർ റൺ കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അഗെയിൻ നമുക്ക് ഓപ്ഷൻസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ഇന്ററാക്റ്റീവ് മോഡ് വേണമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ നേരത്തെ കണ്ട പോലെ നമ്മുടെ ഒരു കണ്ടെയ്നേഴ്സിന്റെ അകത്ത് ബാഷ് കമാൻഡ്സ് റൺ ചെയ്യണം. നമ്മുടെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡോക്കർ കണ്ടെയ്നേഴ്സ് ആക്സസ് ചെയ്ത് റൺ ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ ഇന്ററാക്റ്റീവ് മോഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ബാഷ് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എൻവിറോൺമെന്റ് വേരിയബിൾസ് സെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചോ. അപ്പം ഇപ്പൊ എൻവിറോൺമെന്റ് ആ ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ മസ്റ്റായിട്ടും വേണ്ട, ഇപ്പൊ ഈ ഒരു ഇമേജ് കണ്ടെയ്നേഴ്സ് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മസ്റ്റായിട്ടും വേണ്ട കുറച്ച് എൻവിറോൺമെന്റ് വേരിയബിൾസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ MySQL യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ MySQL പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം പാസ്വേഡ് നമ്മൾ എന്താണ് നമ്മുടെ പ്രൊജക്റ്റിൽ കൊടുത്തിരിക്കുന്നത്, ആ ഒരു യൂസർ നെയിമും അതിന്റെ പാസ്വേഡും സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കണ്ടെയ്നർ റൺ ചെയ്യാൻ ആവശ്യമുള്ള എൻവിറോൺമെന്റ് വേരിയബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയും സെറ്റ് ചെയ്ത് കൊടുക്കാം. വേറെയും ഓപ്ഷൻസ് ഉണ്ട്, ഇങ്ങനെയും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട മേജർ ആയിട്ടുള്ള ഡോക്ടർ കമാൻഡ്സ്. ഇതിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും കമന്റ് സെക്ഷനിൽ പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ. അതുപോലെ തന്നെ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു കമാൻഡ്സ് ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ലോക്കൽ സിസ്റ്റത്തിൽ ഇപ്പോൾ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡോക്കർ സെറ്റ് ചെയ്തതിനു ശേഷം ഈ പറഞ്ഞ ബേസിക് കമാൻഡ്സ് എങ്കിലും ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്